ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഡ്യൂഷൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിലെ തന്നെ ടോപ്പ് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയായ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ടോട്ടൽ ബാംഗ്ലൂരിൽ 4 ക്യാമ്പസ് വരുന്നുണ്ട്. അതിൽ ഞാൻ നിൽക്കുന്നത് യശ്വന്തൂർ ക്യാമ്പസിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് എന്താണ് ഇത്രത്തോളം ഡിമാൻഡ് ഉള്ളത്, ഇവിടെ ഏതൊക്കെ കോഴ്സുകൾ വരുന്നുണ്ട്, അതിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ്, പിന്നെ അതുപോലെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം എങ്ങനെയാണ് എന്നുള്ളതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ +2 പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും പഠിക്കാൻ ആഗ്രഹിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. മറ്റു കോളേജുകളും മറ്റു യൂണിവേഴ്സിറ്റിയെക്കാളും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ക്യാമ്പസ് ലൈഫും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും പ്ലേസ്മെന്റ്സും എല്ലാം തന്നെയാണ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അക്കാദമിക്സും അതുപോലെ തന്നെ കരിക്കുലമാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് യൂണിവേഴ്സിറ്റി എക്സ്ചേഞ്ച്. ഒന്നുകൂടെ വിശദമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് പഠിക്കുക, BBA എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 വർഷം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് 3-ാമത്തെ വർഷം ഫോറിൻ കൺട്രീസ്, അതായത് USA, ജർമ്മനി, ഫ്രാൻസ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് കൺട്രീസിലെ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്കുണ്ട്. ഇനി ഇവിടുത്തെ പ്ലേസ്മെന്റ്സ് അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം എഡ്യൂക്കേഷൻ ക്വാളിറ്റി കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡ് തന്നെയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കിട്ടുന്നത്. അതായത് ടോപ്പ് ലെവലിലുള്ള കമ്പനികളിൽ തന്നെയാണ് പ്ലേസ്മെന്റ്സ് എല്ലാം ലഭിക്കുന്നത്. ഇനി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസ് ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവന്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൾച്ചേഴ്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, ഒരു ഇന്റർനാഷണൽ ലെവൽ ഫീൽ കിട്ടുന്ന ഒരു ക്യാമ്പസ് ലൈഫ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഇന്ത്യയിൽ ടോട്ടൽ 4 ക്യാമ്പസാണ് വരുന്നത്. ആ 4 ക്യാമ്പസും ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അതിലൊന്ന് ബാംഗ്ലൂർ സെൻട്രൽ ക്യാമ്പസ് വരുന്നത് കോറമംഗല, മടിവാള ഭാഗത്താണ്. അതുപോലെ തന്നെ കെങ്കേരി ക്യാമ്പസ്, ബന്നാർഘട്ട ക്യാമ്പസ്, അതുപോലെ തന്നെ യശ്വന്ത്പൂർ ക്യാമ്പസ്. ഈ 4 ക്യാമ്പസുകളിൽ കെങ്കേരി ക്യാമ്പസിലാണ് ആർക്കിടെക്ചർ അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സുകളെല്ലാം വരുന്നത്. അതുപോലെ ലോ, ആർട്സ് ആൻഡ് സയൻസ്, കൊമേഴ്സ് റിലേറ്റഡ് കോഴ്സുകൾ, മാനേജ്മെന്റ് റിലേറ്റഡ് കോഴ്സുകൾ, അതായത് BA, BCom, BBA, BCA, BSc ഇങ്ങനെയുള്ള ഒട്ടനവധി സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകളെല്ലാം വരുന്നത് മറ്റു 3 ക്യാമ്പസുകളിലായിട്ടാണ്. ഇനി +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെയാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്? ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രൻസ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണോ ചൂസ് ചെയ്യുന്നത് ആ കോഴ്സിലേക്കുള്ള അപ്ലിക്കേഷന് ആദ്യം അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഇവിടുത്തെ എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ടാണ് എൻട്രൻസ് എക്സാം നടക്കുക. ആ എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റു കോളേജുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കോഴ്സുകളെ പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.